കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 139 സങ്കീർത്തനത്തിന്റെ 2 വാക്യത്തിൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. സകലതും അറിയുന്ന ദൈവത്തെക്കുറിച്ച്, അഥവാ സർവ്വതും അറിയുന്ന സർവശക്തനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ ദൈവത്തെക്കുറിച്ച് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, എല്ലാം അറിയുന്നവനായ ദൈവം ഈ വചനത്തിലൂടെ നമ്മോടുള്ള ദൈവത്തിൻ്റെ കരുതലുകൾ, ദൈവത്തിൻ്റെ പരിപാലനങ്ങൾ, ദൈവത്തിൻ്റെ കാവലുകൾ, ദൈവത്തിൻ്റെ സ്നേഹങ്ങൾ നമുക്കറിയുവാൻ കഴിയുന്നുണ്ട്. ചുരുക്കത്തിൽ ദൈവം അറിയാതെ ഒരു ചലനവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. എത്ര നല്ല ദൈവം! എല്ലാം കാണുന്ന, നമ്മുടെ സങ്കടങ്ങൾ കാണുന്ന, നമ്മുടെ ഭാരങ്ങൾ അറിയുന്ന, നമ്മുടെ ചിന്താകുലങ്ങൾ അറിയുന്ന, നമ്മുടെ രോഗങ്ങൾ അറിയുന്ന, നാം കടന്നു പോകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും നന്നായി അറിയുന്ന ദൈവം. ഒരുപക്ഷെ നമ്മുടെ മാതാവ് അറിയുന്നില്ല, നമ്മുടെ പിതാവ് അറിയുന്നില്ല, സ്നേഹിതരറിയുന്നില്ല, കുഞ്ഞുങ്ങൾ അറിയുന്നില്ല. കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകൾ വേണ്ടവണ്ണം ആരും അറിയാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും നന്നായി അറിയുന്ന സർവശക്തനായ നമ്മുടെ ദൈവം. അതേ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഒരു ദിവസം നാം എത്രമാത്രം ഇരിക്കുന്നു, നാം എത്രത്തോളം എഴുന്നേൽക്കുന്നു, ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു, ഇതിൻ്റെ കണക്കുകളൊന്നും നമുക്കറിയത്തില്ല. പക്ഷെങ്കിൽ നാം ഒരു ദിവസം എത്ര പ്രാവശ്യം ഇരിക്കുന്നു, എത്രമാത്രം എഴുന്നേൽക്കുന്നു, എത്ര സ്റ്റെപ്പുകൾ നടക്കുന്നു, എന്തെല്ലാം ചിന്തിക്കുന്നു, ഇതെല്ലാം അറിയുന്ന ദൈവം അറിയുമ്പോൾ അതിനകത്തിലൂടെ തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം നൽകുന്ന പരിപാലനങ്ങൾ എത്ര വലുതാണ്. അതെ, നാം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കഷ്ടത കാണുന്ന ദൈവത്തെക്കുറിച്ച്, നിലവിളി കേൾക്കുന്ന ദൈവത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. മുൾപ്പടർപ്പിൽ വെളിപ്പെട്ട ദൈവം മോശയോട് പറയുകയാണ്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. കഷ്ടത ദൈവം കാണുന്നു. അതെ, നിന്റെ കഷ്ടത ദൈവം കാണുന്നു, നിന്റെ ഭാരങ്ങൾ ദൈവം കാണുന്നു, നീ കടന്നു പോകുന്ന അവസ്ഥകൾ ദൈവം കാണുന്നു. അത് മാത്രമല്ല, ഊര്യവിചാരന്മാർ നിമിത്തമുള്ള അവിടെ നിലവിളി ഞാൻ കേട്ടു. ദൈവം കേൾക്കുന്നവനാണ്, നിന്റെ നിലവിളികൾ കേൾക്കുന്നവനാണ്, നിന്റെ അപരാധികൾ കേൾക്കുന്ന ദൈവമാണ്, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അത് മാത്രമല്ല, ദൈവം പറയാണ്, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. സങ്കടങ്ങൾ അറിയുന്ന ദൈവം ഒരു കാര്യം കണ്ടാൽ, ദൈവം തൻ്റെ ജനത്തിൻ്റെ പ്രതിസന്ധികൾ കണ്ടാൽ, ദൈവം തൻ്റെ ജനത്തിൻ്റെ കഷ്ടതകളും നിലവിളികളും കേട്ടാൽ, ദൈവം തൻ്റെ ജനത്തിൻ്റെ സങ്കടങ്ങൾ അറിഞ്ഞാൽ പരിഹാരം ദൈവത്തിൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ്. അതെ, നിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം ദൈവത്തിൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ്. സകലതും അറിയുന്നവനായ ദൈവം. എന്നെ അറിയുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ,
എൻ്റെ വിഷയങ്ങൾ അറിയുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, എൻ്റെ വേദനകൾ അറിയുവാൻ ആരുമില്ലാതെ ഇരിക്കുമ്പോൾ, ഞാൻ കടന്നു പോകുന്ന അനുഭവങ്ങൾ അറിയുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, എന്നെ അറിയുന്ന ഒരു ദൈവം, എൻ്റെ സങ്കടങ്ങളെ അറിയുന്ന ഒരു ദൈവം, എൻ്റെ വേദനകളെ അറിയുന്ന ഒരു ദൈവം ഉണ്ടല്ലോ. എത്ര പ്രത്യാശയാണ് നമുക്കിത്, എത്ര സന്തോഷമാണിത്. മനുഷ്യർ മാറും, മനുഷ്യ സഹായങ്ങൾ മാറും, എല്ലാം മാറും. എങ്കിലും മാറാത്ത സ്നേഹിതൻ, മാറോടണയ്ക്കുന്ന സ്നേഹിതൻ, കൈക്ക് പിടിച്ച നമ്മുടെ കർത്താവ്, ഭാരങ്ങളെ ഏറ്റെടുക്കുന്ന കർത്താവ്, ഇത്ര ഒരു കർത്താവ്, ഇത്ര ദൈവം നമുക്കുണ്ടല്ലോ. അതോർത്ത് നമ്മുടെ പ്രത്യാശയെ നമുക്ക് പുതുക്കാം. ദൈവത്തിന്റെ മക്കളെ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നാം പഠിക്കുമ്പോൾ, ദീർഘമായ വർഷങ്ങൾ, ഏതാണ്ട് 38 വർഷക്കാലം ആ കുളക്കരയിൽ കിടന്ന, ബെതസ്ദാ കുളക്കരയിൽ കിടന്ന ഒരു മനുഷ്യനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവനെ അറിയുവാൻ ആരുമില്ല. എന്നാൽ നല്ലിളയനായ യേശു, രക്ഷകനായ യേശു, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. അടുത്തത് കർത്താവ് ചോദിക്കുകയാണ്, സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നവനോട് ചോദിച്ചു. നോക്കൂ, അവന്റെ കഷ്ടത യേശു കണ്ടു. അവനിങ്ങനെ കിടക്കുന്നത് ഏറിയ കാലമായിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞു. കണ്ടിട്ട്, അറിഞ്ഞിട്ട് കടന്നു പോകുന്ന യേശുവിനെ അല്ല നാം അവിടെ കാണുന്നത്. അവന്റെ കഷ്ടത കണ്ട്, അവന്റെ കഷ്ടതയുടെ വർഷങ്ങൾ ഏറിയ കാലമായിരിക്കുന്നു യേശു അറിഞ്ഞിട്ട്, യേശു അവനോട് ചോദിക്കുന്നു, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? കർത്താവ് ചോദിക്കുകയാണ്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? അവൻ പറയുന്നു, യജമാനനെ, എന്നെ അറിയുവാൻ, എന്നെ കാണുവാൻ, എന്നെ സഹായിപ്പാൻ എനിക്കാരുമില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല, നിനക്ക് ഞാനുണ്ട് മകനെ, നിനക്ക് ഞാനുണ്ട് മകനെ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, എനിക്കാരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ അറിയുവാൻ ആരുമില്ല എന്ന് നീ ഭാരപ്പെടുന്നെങ്കിൽ, യേശു പറയുന്നു, നിന്നെ അറിയുവാൻ, നിന്നെ കാണുവാൻ, നിന്നെ സഹായിപ്പാൻ എനിക്ക് കഴിയും എന്ന് യേശു പറയുകയാണ്. അതെ, നിന്നെ അറിയുന്ന, നിന്റെ തലമുറയെ അറിയുന്ന, നിന്റെ ആവശ്യങ്ങളെ അറിയുന്ന നല്ല യേശു നമുക്കുണ്ട്. അവന്റെ കരങ്ങളിൽ സമ്പൂർണമായിട്ട് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. കർത്താവേ, ഈ ദിവസങ്ങളിലായി എന്നെ വീണ്ടും അറിഞ്ഞ്, എന്നെ ഒന്ന് കേട്ട്, എന്നെ ഒന്ന് തൊട്ട്, എന്റെ വിഷയങ്ങൾക്കൊക്കെ ഒരു മറുപടി തന്ന് എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാം അറിയുന്നവനായ ദൈവം, ആ ദൈവത്തിന്റെ പക്കൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. നമ്മുടെ നടപ്പ്, നമ്മുടെ കിടപ്പ്, നമ്മുടെ നിരൂപണങ്ങൾ എല്ലാം അറിയുന്നവനായ ദൈവത്തിന്റെ സന്നിധിയിൽ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ദിവസങ്ങളിൽ പരിഹാരം ദൈവത്തിന്റെ പക്കലുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. എല്ലാം അറിയുന്നവനായ ദൈവം, അങ്ങേക്കൊന്നും മറഞ്ഞിരിപ്പില്ലല്ലോ. എല്ലാം അങ്ങയുടെ സന്നിധിയിൽ നഗ്നവും മലർന്നുമായി കിടക്കുന്നു. നിന്റെ ജനത്തിന്റെ വിഷയത്തിൽ മേൽ പ്രവർത്തിക്കണമേ. ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹത്തോടെ കർത്തൃശുശ്രൂഷയിൽ പാസ്റ്റർ കെ സാമുവേൽ.